എല്ലാവർക്കും ദേവസ് ലവ് ലെറ്റേഴ്സ് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ എൻ്റെ കുറച്ച് ജേർണലിങ് ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ എൻ്റെ കുറച്ച് പൗച്ച്, പിന്നെ ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്ന കുറച്ച് പെൻസിൽ പെന്ന് ക്യൂട്ടായിട്ടുള്ള, പിന്നെ ഞാൻ പണ്ട് യൂസ് ചെയ്ത് അതൊക്കെയായിട്ട് ഇന്നത്തെ വീഡിയോ എടുക്കാം. അപ്പം നേരെ വീഡിയോ ഗൈസ്. അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകും എൻ്റെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ്. ഓക്കെ, ഈ ഒരു ഫയലും കിട്ടുന്നു കുറച്ച് ഉണ്ട്. ഇനി കുറച്ച് ടവാഴ്സിൻ്റെ കളക്ഷൻ ഞാൻ എന്തുവരായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. എന്നോ കഴിഞ്ഞ മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു എൻ്റെ കവായ് സ്റ്റിക്കർ കളക്ഷൻസ്. കണ്ടു വിചാരിക്കും ഫസ്റ്റ് ആയിട്ടാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇത് ജൂൺ 10 എൻ്റെ ബർത്ത്ഡേനെ പറ്റി വെറുതെ വീഡിയോ കിട്ടും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഹാപ്പി ഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല കുത്തനെ ഇതുപോലെ കാണുന്നുണ്ട്. ശരിയാണ് ഇത്. പിന്നെ പിന്നെ ഗുഡ് ഡേ, നല്ല ദിവസമെങ്കിൽ ഞാൻ ഗുഡ് ഡേ എന്ന് വിളിക്കും. പിന്നെ ഇതൊക്കെ എൻ്റെ ചെറിയൊരു കാട്ടിക്കൂട്ടൽ മാത്രമാണ്. ഇതിങ്ങനത്തെ പല പല കളർ കിട്ടുന്ന ഇത് സാധാ പേപ്പറിൽ 2 സ്റ്റിക്കർ ഒട്ടിച്ചാണ്. സ്റ്റിക്കർ ഫസ്റ്റ് വാങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടാവും സ്റ്റിക്കർ അറിയാൻ വേണ്ടി ഒട്ടിച്ചു. എന്തൊക്കെയാണ് എൻ്റെ കവർ സ്റ്റിക്കർ കളക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാണ് ഗൈസ്. അത് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ ഒരു നമ്മൾ കവർ സ്റ്റിക്കറിൻ്റെ ഒരു ഷീറ്റാണ്. ഈ ഷീറ്റ് മാത്രമാണ് എന്താ ഇത്. ഞാൻ കവർ സ്റ്റിക്കേഴ്സ് കവർ സ്റ്റിക്കർ എടുത്ത് അതിനോട് ഷീറ്റ് ഇട്ടു. അപ്പം ആ ഷീറ്റാണ് നേരത്തെ നമ്മളാ തോട്ടത്തിൽ കണ്ടത്. സത്യത്താണ് ഇത് ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്യുക. ഇത് ഞാൻ വിചാരിക്കുന്നു സ്കൂൾ പൂട്ടിനൊക്കെ അത് എടുത്താൽ മതി. എന്താ വെച്ചാൽ അത്രയും കുട്ടിന്നൊക്കെ വിചാരിച്ചു. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ കണ്ടത് എൻ്റെ കുറച്ച് പൗച്ച് അക്സസറീസാണ്. ഫസ്റ്റ് എൻ്റെ പൗച്ച് തന്നെ അല്ല ഇതല്ല, ഫസ്റ്റ് ബോക്സ് ആണ്. 6ാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് വെച്ചാൽ 6ാം ക്ലാസ്സിൽ കയറണമിട്ട് 5ാം ക്ലാസ്സിൽ സ്കൂള് കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് 6ക്ക് എത്തുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഇത് ഞാനിപ്പോൾ 7ൽ ഓൺ എക്സാം എഴുതുന്ന സമയത്ത് വരതുണ്ട് ഈ ഒരു ബാർബിയുടെ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്. ഇതിനുള്ളത്തെ സാധനങ്ങളൊക്കെ എൻ്റെ വേറെ പൗച്ചിലാണ്. ഇതിനുള്ളത് കുറേ പെൻസിൽ എടുത്തുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എന്നൊക്കെയാണ് വന്നത്. പിന്നെ ഇതൊരു ഡോട്ട് ബോക്സ്. അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മാത്രം. നെക്സ്റ്റ് ഇയർ ബോക്സ്. ഇതും ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഇയർ ബോക്സ്. രണ്ടും ഒരേ ബോക്സാണ്. ഇതൊക്കെ ഞാൻ സ്കൂളിലേക്കും പോയിട്ടുണ്ട്, ട്യൂഷനും കൊണ്ടുപോയിട്ടുണ്ട്, സ്കൂളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലാണ് ഗൈസ് ആ ഷീറ്റ്. ഇതിനുള്ള എൻ്റെ കുറച്ച് ഷീറ്റാണ്. 2-3 ഷീറ്റ് കൊണ്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഉള്ള മിഠായി കവറാണ് ഗൈസ്. ട്യൂഷൻ പോകുമ്പോൾ തന്നതാണ്. ട്യൂഷൻ പോകുമ്പോൾ മിഠായി കവറ്. ഇതെൻ്റെ പാപ്പൻ എൻ്റെ ഫ്രണ്ട് വാങ്ങിക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതിൻ്റെ കൂടെ ഒരു സീക്രട്ടും കൂടി. സിപ്പ് ഒരു ഹാർട്ടിൻ്റെ സിപ്പാണ്. ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കാണില്ല. ഇതൊക്കെ ഞാൻ ട്യൂഷന് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ട്യൂഷൻ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല. സ്കൂളിൽ കൊണ്ടുപോയ സ്കൂളിലത്തെ എല്ലാ കുട്ടികൾക്കും ഇത് വേണ്ടി. അപ്പോൾ എടി ഇക്കൊന്ന് തരുടി ഞാൻ കൊണ്ടുപോയിട്ടില്ല. നെക്സ്റ്റ് ഇതായിരുന്നു. ഇത് തരുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ഇത് കണ്ടോണ്ട് പിന്നെ ഇത് 2 കഴിഞ്ഞിട്ടാണ് ഇതുണ്ടായത്. ഇത് 3ാമത്തെ. ഫസ്റ്റ് ഇതിൻ്റെ ബോക്സ്, സെക്കൻഡ് ഇത് 2ഉം, തേർഡ് ഇത്, പിന്നെ 4th ലാസ്റ്റായിട്ട് കിട്ടിയത് ഇത്. ലോങ് ബോക്സ് ഇന്ന് കുറച്ച് മുന്നേ ഉണ്ട് കേട്ടോ. ഇതിനുള്ളതാണ് എൻ്റെ കുറച്ച് സാധനം. ഇതാണ് ഞാൻ ഇന്ന് ട്യൂഷൻ പോയപ്പോൾ കൊണ്ടുപോയ സാധനങ്ങൾ.
ഫസ്റ്റ് ആയിട്ടുള്ളത് 2 സ്കെയിൽസ്. ഇത് 6ാം ക്ലാസ്സിൻ്റെ സ്കെയിലാണ്. 6ാം ക്ലാസ് സ്കെയിൽ, 7ാം ക്ലാസ് ജോമെട്രി ബോക്സിനുള്ള സ്കെയിൽ. പിന്നെ അത് പൊട്ടാക്ടർ ഉണ്ട്. അയ്യോ, പൊട്ടാക്ടർ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എനിക്ക് മാത്സ് പീരീഡൊക്കെ പൊട്ടാക്ടർ ആവശ്യം വരും. പൊട്ടാക്ടർ എടുക്കണമെന്ന് പറയുന്നത് പൊട്ടാക്ടർ ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് ഇങ്ങനത്തെ 2 ക്യൂട്ട് പെൻ കണ്ടോ, നല്ല ഇഷ്ടപ്പെട്ട നമ്മൾ നല്ല ഇതുള്ളതാണ് കേട്ടോ. ബാക്കിൽ ഇതുണ്ട്. ഇതാണ് ഗൈസ്, യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കൊണ്ടുപോയ 3 പെൻസിൽസ്. ഈ ഒരു മഞ്ഞ പെൻസിലാണ്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു പെൻസിൽ, ഓറഞ്ച് പെൻസിൽ, പിങ്ക് പെൻസിൽ, 3 പെൻസിൽ. പിന്നെ ഇതുണ്ട്. പിന്നെ ഡാമിക്ക് പേഴ്സിനുണ്ടെന്ന് കിട്ടിയ പെൻസിൽ അഡ്ജസ്റ്റിന് എൻ്റെ ഉള്ളിൽ കിടന്നു. പക്ഷേ ഇനി നാളെ എനിക്ക് ഹിന്ദി പരീക്ഷ ഉണ്ട്. ഫസ്റ്റ് ഇംഗ്ലീഷാണ്, അല്ല ഹിന്ദിയാണ്. അപ്പം ഞാൻ എന്ത് കൊണ്ടുപോകും, ഏത് പൗച്ച് കൊണ്ടുപോകും എന്നാണ് നെക്സ്റ്റ് ആലോചന. എന്തൊക്കെ ഇടും അത് ഒരാലോചനയാണ്. ഈ പൗച്ചിൻ്റെ ഉള്ളിലേക്ക് ഇടണോ എന്നാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, പൈസ. അച്ഛൻ ഇന്നലെ തന്നിട്ടു പൈസ. ഞാനത് എടുത്ത് വെച്ചു. ഞാൻ ട്യൂഷൻ കൊണ്ടുപോയിട്ടില്ല. പൈസ മിഠായി വാങ്ങാൻ അച്ഛൻ പൈസ 20 രൂപ. അതൊക്കെ അപ്പം ഞാൻ ട്യൂഷന് കൊണ്ടുപോകാൻ വിചാരിച്ച് ഈ പൗച്ചിൻ്റെ ഉള്ളിൽ വെച്ചു. പക്ഷേ ഈ പൗച്ചിലെക്കാതെ ഈ പൗച്ചിലാണ് കൊണ്ടുപോയത്. അവിടെ എത്തി നോക്കുമ്പോൾ സ്നാക്സിന് കഴിക്കാൻ പൈസ ഇല്ലായിരുന്നു. പക്ഷെ സാറെല്ലാം പറഞ്ഞു മിസ്സ് എനിക്ക് വാങ്ങിത്തന്നിട്ടുണ്ട്. ടീച്ചർ വാങ്ങിത്തരായിരുന്നു. നാളത്തെ പൈസക്ക് ഏതാ കൊണ്ടുപോകുന്ന നെക്സ്റ്റ് ആണ്. പാക്കി ഈ പെണ്ണ് കൊണ്ടുപോകണോ എല്ലാവരും ചോദിക്കും. ഈ പെണ്ണ് ഈ പെണ്ണ് സാറില്ല. ഒരു പെണ്ണെടുക്കട്ടെ, ഒരു പെൻസിൽ ഇരിക്കട്ടെ, ഒരു കുഴപ്പട്ടെ. 6ാം ക്ലാസ്സിലെ ഒരു സ്കെയിൽ. ഇറേസർ ഇല്ല. നെക്സ്റ്റ് ടാസ്ക് ഇറേസർ അച്ഛനോട് വാങ്ങിത്തരാൻ പറയേണ്ടി വരും. പൊട്ടാറ്റോ എടുക്കണം കേട്ടോ. അച്ഛനോട് വാങ്ങിത്തരണം എന്ന് പറയണം. അങ്ങനെ ഇത് ഞാൻ സെറ്റാക്കി. എൻ്റെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്നത് അവിടെ വെച്ചു. എൻ്റെ കുറച്ച് കലാസാധനങ്ങൾ ഇതൊക്കെ ഇനി നമുക്ക് പിന്നെ ശരിയാക്കാം. പൈസയൊക്കെ ഉണ്ട്. പിന്നെ മുത്തിൻ്റെ 2-3 സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുളത്ത് അതുണ്ട്. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ബൈ ബൈ.